ഡാറ്റ. ഡാറ്റ. എവിടെ നോക്കിയാലും ഡാറ്റയാണല്ലേ. ഈ ഡാറ്റയെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ ടെക്നോളജിയെപ്പറ്റി അറിയാനല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്? അതെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് ഫാബ്രിക്കിനെ കുറിച്ചാണ്. എന്താണ് ഇതിനെ ഇത്ര സ്പെഷ്യലാക്കുന്നത്? വാ നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ കമ്പനിയിലെ ഡേറ്റയുടെ കാര്യം ഒരു തരം അലങ്കോലമായി കിടക്കുകയാണോ? കുറച്ച് ഡേറ്റ ഒരു ടൂളിൽ, കുറച്ച് വേറൊന്നിൽ, എല്ലാം കൂടി കൂട്ടിയിണക്കി ഒരു റിപ്പോർട്ടുണ്ടാക്കാൻ പെടുന്ന പാട്. ഇതൊരുവിധം എല്ലാ കമ്പനികളും നേരിടുന്ന പ്രശ്നമാണ്. പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ടെങ്കിലോ? ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എല്ലാത്തിനും കൂടി ഒറ്റൊരു പ്ലാറ്റ്ഫോം, ഒരൊറ്റ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടാവും? ആ ഒരു വാഗ്ദാനവുമായാണ് മൈക്രോസോഫ്റ്റ് ഫാബ്രിക് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം നമ്മൾ ഇന്നത്തെ ഡേറ്റയുടെ ആ ഒരു സങ്കീർണമായ ലോകത്തേക്കൊന്ന് പോകും. പിന്നെ ഫാബ്രിക് എങ്ങനെയാണ് ഇതിനെല്ലാം ഒരു പരിഹാരമാകുന്നതെന്ന് നോക്കും. അതിന്റെ അടിത്തറയായ വൺ ലേക്ക് എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ എങ്ങനെ ഡേറ്റയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കാമെന്നും അവസാനം ഫാബ്രിക്കിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായ ഡയറക്റ്റ് ലേക്ക് എന്താണെന്നും നമ്മൾ കാണും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്തിനാണ് നമുക്ക് ഫാബ്രിക് പോലൊരു സംഭവം? അതിന്റെ കാരണം, ഇന്നത്തെ ഡേറ്റാ ലോകമെന്ന് പറയുന്നത് ഒരു വലിയ വല പോലെയാണ്. എല്ലാം കുടുങ്ങിക്കിടക്കുന്നു. നമുക്കതൊന്ന് അഴിച്ചു നോക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഡേറ്റ എഞ്ചിനീയറിംഗിന് നമ്മൾ ഒരു ടൂൾ ഉപയോഗിക്കുന്നു, ഡേറ്റാ വെയർഹൌസിങ്ങിന് വേറൊന്ന്. ഡേറ്റാ സയൻസ് ചെയ്യാനോ BI റിപ്പോർട്ട് ഉണ്ടാക്കാനോ അതിനെല്ലാം വേറെ വേറെ ടൂളുകൾ. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവയൊന്നും പരസ്പരം മിണ്ടില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ഡേറ്റ ഒരിടത്ത് നിന്ന് കോപ്പി ചെയ്ത് മറ്റൊരിടത്ത് പേസ്റ്റ് ചെയ്യണം, വീണ്ടും വീണ്ടും. ഇതിലൂടെ എത്ര സമയമാണ് പോകുന്നത്, എത്രമാത്രം ആശയക്കുഴപ്പമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചിതറിക്കിടക്കുന്ന കഷ്ണങ്ങളെയെല്ലാം ഒന്നിപ്പിക്കാൻ ഒരു പരിഹാരം വേണ്ടേ? അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഫാബ്രിക്കിന്റെ എൻട്രി, എല്ലാം ഒന്നിക്കുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ എന്താണ് ഈ മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. ഒരു ഓർഗനൈസേഷന് വേണ്ട എല്ലാ ഡേറ്റാ ടൂളുകളും അനാലിറ്റിക്സ് ടൂളുകളും എല്ലാം ഒരൊറ്റ സ്ഥലത്ത്. അതായത് ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ചെയ്ത് കളിക്കാതെ എല്ലാ പണിയും ഒരിടത്ത് തീർക്കാം. അത്രയുള്ളൂ. ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിനകത്ത് ആരൊക്കെയാ ഉള്ളതെന്നറിയാമോ? മൈക്രോസോഫ്റ്റിന്റെ പവർ ഹൗസുകളായ ഡേറ്റാ ഫാക്ടറി, സിനാപ്സ്, പിന്നെ നമ്മുടെ സ്വന്തം പവർ BI, ഇതെല്ലാം ഇപ്പോൾ ഒന്നിച്ചാണ്. ഡേറ്റാ ഇൻ്റഗ്രേഷൻ തൊട്ട് എഞ്ചിനീയറിംഗ്, അനലിറ്റിക്സ്, റിപ്പോർട്ടിംഗ് വരെ എല്ലാം ഒരൊറ്റ ഫ്ലോയിൽ നടക്കും. ഓക്കെ, ഇതെല്ലാം കൊള്ളാം. പക്ഷേ ഇതെങ്ങനെയാ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്? എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള മാജിക് അല്ലേ? ആ മാജിക്കിന്റെ പേരാണ് വൺ ലേക്ക്. ഫാബ്രിക്കിന്റെ ഹൃദയമെന്ന് തന്നെ പറയാം. വൺ ലേക്ക്, പേര് പോലെ തന്നെ നിങ്ങളുടെ ഓർഗനൈസേഷനിലെ മുഴുവൻ ഡാറ്റയും ഒരുമിച്ച് കിടക്കുന്ന ഒരൊറ്റ ഡാറ്റാ ലേക്ക്. ചിന്തിച്ചു നോക്കൂ, പല പല കുളങ്ങളായി ചിതറിക്കിടക്കുന്നതിനു പകരം എല്ലാം ഒരു വലിയ തടാകത്തിൽ. തീർന്നില്ലട്ടോ, അതിന്റെ സെക്യൂരിറ്റിയും ഗവേണൻസുമെല്ലാം ഇതിൽ തന്നെ ബിൽട്ടിനാണ്. ഇത് മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണമില്ല. ഇത് നിങ്ങളുടെ ഡേറ്റയുടെ വൺ ഡ്രൈവാണ്. സിമ്പിൾ. നമ്മൾ ഫയലുകൾ സൂക്ഷിക്കാൻ വൺ ഡ്രൈവ് ഉപയോഗിക്കുന്നില്ലേ? അതുപോലെ ഒരു കമ്പനിയുടെ മൊത്തം ഡേറ്റയും സൂക്ഷിക്കാനുള്ള ഒരൊറ്റ സ്ഥലം, അതാണ് വൺ ലേക്ക്. ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് വൺ എന്നതാണ്. ഒരു ഓർഗനൈസേഷന് ഒരൊറ്റ വണ്ണിലേക്ക്. അതിന്റെ ഗുണമെന്താണെന്നോ? ഡേറ്റയുടെ പല കോപ്പികളുണ്ടാക്കി തല പുകയ്ക്കേണ്ട. എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരേ ഡേറ്റയാണ്. നമ്മൾ ഈ ടെക്നിക്കലായി പറയുന്ന സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് ഇല്ലേ, അതിതാണ്. ശരി, ഇപ്പോൾ നമ്മൾ കുറേ തിയറി പറഞ്ഞു. പക്ഷേ ഇത് പ്രാക്ടിക്കലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വെറുതെ ഡേറ്റയിൽ നിന്നൊരു റിപ്പോർട്ടുണ്ടാക്കാൻ ഇത് എത്രത്തോളം എളുപ്പമാക്കുന്നുണ്ട്? നമുക്ക് ആ ഒരു യാത്ര പെട്ടെന്നൊന്ന് നോക്കാം. ദാ നോക്കൂ, ഇത് ശരിക്കും ഇത്രയുള്ളൂ. ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് ഡേറ്റ ഇടുക, ഒരു സിമാറ്റിക് മോഡൽ ഉണ്ടാക്കുക, കഴിഞ്ഞു. അപ്പം തന്നെ റിപ്പോർട്ട് റെഡി. മുൻപ് മാസങ്ങളെടുത്ത് ചെയ്തിരുന്ന പണിയാണ് ഇപ്പോൾ വെറും മിനിറ്റുകൾ കൊണ്ട് നടക്കുന്നത്. അവിശ്വസനീയമല്ലേ? അതുപോലെ ഡേറ്റ ഇടുന്നതും എന്ത് എളുപ്പമാണെന്നോ? വെബ്സൈറ്റിൽ കയറി അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറാണ് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫയൽ എക്സ്പ്ലോറർ ഇല്ലേ, അതുപോലെ തന്നെ ഒരു വൺ ലേക്ക് ഫയൽ എക്സ്പ്ലോറർ കിട്ടും. ഫയലുകൾ അങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടാൻ മതി. സിമ്പിൾ. ഓക്കെ, ഇതെല്ലാം ഒരുമിച്ചതുകൊണ്ടുള്ള യഥാർത്ഥ ഗുണം, ആ ഒരു മാന്ത്രികത എന്താണ്? ഫാബ്രിക്കിന്റെ തുറുപ്പുചീട്ടെന്ന് പറയാവുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഡയറക്റ്റ് ലേക്ക് മോഡ്. നമുക്കതിലേക്ക് വരാം. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഫാബ്രിക്കിന്റെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ. സാധാരണ പവർ BIയിൽ വലിയ ഡേറ്റയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ ആ ഡേറ്റ മുഴുവൻ ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കണക്ഷൻ സ്ലോ ആയിരിക്കും. എന്നാൽ ഡയറക്റ്റ് ലേക്ക് മോഡ് എന്താ ചെയ്യുന്നതെന്നോ? ഡേറ്റയുടെ കോപ്പിയൊന്നും ഉണ്ടാക്കുന്നില്ല. പകരം വൺ ലേക്കിൽ കിടക്കുന്ന ഡേറ്റയെ നേരിട്ട് ഡയറക്റ്റായി അങ്ങെടുക്കും, അതും മിന്നൽ വേഗത്തില്. അതിന്റെ ഫലം എന്താണെന്നോ? ബ്ലേസിംഗ് ഫാസ്റ്റ് റിപ്പോർട്ട്സ്. അതായത് കത്തിക്കയറുന്ന വേഗതയുള്ള റിപ്പോർട്ടുകൾ. നിങ്ങളുടെ ഡേറ്റ എത്ര വലുതാണെങ്കിലും ശരി, റിപ്പോർട്ട് കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ ലോഡാകും.
ഇത് ശരിക്കും ഡേറ്റ അനാലിസിസിന്റെ കളിയാകെ മാറ്റും. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇതെല്ലാം നടക്കുന്നത് എവിടെയാണെന്നോ? വൺലേക്കിൽ കിടക്കുന്ന ആ ഒരൊറ്റ കോപ്പി ഡേറ്റയിൽ. നിങ്ങളുടെ ഡാറ്റ എഞ്ചിനീയർക്കും ഡാറ്റ സയന്റിസ്റ്റിനും BI അനലിസ്റ്റിനും എല്ലാവർക്കും ഒരേ ഡാറ്റ, ഒരു കോപ്പിയുമില്ല, ഒരു കൺഫ്യൂഷനുമില്ല. അപ്പോ എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയൊരു കാര്യമാകുന്നത്? 1. ഇതിനു മുൻപ് ഒരിക്കലും കിട്ടാത്ത വേഗത. 2. ഡാറ്റയുടെ കോപ്പികളില്ലാത്തതുകൊണ്ട് മാക്സിമം എഫിഷ്യൻസി. 3. എല്ലാ ടൂളുകളും ഒരിടത്ത് വന്നതുകൊണ്ട് ഇതൊരു യഥാർത്ഥ യൂണിഫൈഡ് പ്ലാറ്റ്ഫോമായി മാറി. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും ബെസ്റ്റ്. മൈക്രോസോഫ്റ്റ് ഫാബ്രിക് ഡേറ്റ ലോകത്ത് ശരിക്കും ഒരു പുതിയ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. ഡേറ്റയുടെ ഭാവി എന്നത് ഇതുപോലെ എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരൊറ്റ ഭീമൻ തടാകമായിരിക്കുമോ? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണം. നമുക്ക് അടുത്ത